നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടോപ്പിക് വൈസ് ആനുകാലികമാണ്. എല്ലാ പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2025-26 വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. സോ ഇതിൽ മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് മുഴുവനായിട്ടും കാണാം. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇവർക്ക് നല്ല ആഴത്തിലുള്ള രീതിയിൽ തന്നെ ബഡ്ജറ്റിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് നോക്കാം. സോ 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് നമുക്കറിയാം. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരിയിലാണ് അവതരിപ്പിക്കുക. സോ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് നിർമ്മല സീതാരാമനാണ്. നമ്മുടെ ധനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പോഴത്തെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് അല്ലെ. അപ്പൊ നിർമ്മല സീതാരാമനാണ് 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. സോ നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബഡ്ജറ്റാണ്. എത്രാമത്തെയാണ്? 8ാമത്തെ ബഡ്ജറ്റ്. ഒരുപാട് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഇത് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 8ാമത്തെ ബജറ്റാണ്. സോ ഇതിനു മുമ്പ് ഒരു ഇടക്കാല ബജറ്റ് കൂടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2024 ഒരു ഇടക്കാല ബഡ്ജറ്റ് കൂടി ഉണ്ടായിരുന്നു. ആ സമയത്തിന് ശേഷം 7 സമ്പൂർണ്ണ ബജറ്റ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരു ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 8 ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ എണ്ണം. ഇനി നമ്മൾ മോദി സർക്കാരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3ാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റായിരുന്നു. 3ാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയ ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. ഇതിനു മുമ്പ് ദേശ്മുഖ് 7 തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായി ദേശ്മുഖ് 7 തവണയായിരുന്നു. ഇത്തവണ നിർമ്മല സീതാരാമൻ 8ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ കേന്ദ്രമന്ത്രിയായിട്ട് മാറിയത് നിർമ്മല സീതാരാമനാണ്. ഇനി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ തുടർച്ചയായി എന്നുള്ളൊരു ടേം ഇല്ലാതെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മൊറാർജി ദേശായി ആണ്. ഓക്കെ, മൊറാർജി ദേശായി 10 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. മൊറാർജി ദേശായി 10 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തുടർച്ചയായി എന്നുള്ളൊരു ടേം വന്നു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമനാണ്. ഓക്കെ, സോ ഇത്തവണത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ നിർമ്മല സീതാരാമന്റെ മധുബനി സാരി എന്നുള്ളൊരു സംഭവം ഒക്കെ ബഡ്ജറ്റിൽ ഹിറ്റായിരുന്നു. മധുബനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറിന്റെ ഒരു ആർട്ടാണ്. ഓക്കെ, മധുബനി ബീഹാറുമായി റിലേറ്റ് ചെയ്തതാണ്. ആ നിർമ്മല രാമൻ ധരിച്ചിരുന്ന സാരിയൊക്കെ മധുബനി ആർട്ടിൽ വരുന്നതാണെന്നുള്ള ഒരു കാര്യം കൂടി ആ സമയത്ത് ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബഡ്ജറ്റിന്റെ 2025-26 സബ്കാ വികാസ് എന്നുള്ള ഒരു പ്രമേയത്തോടു കൂടിയാണ് അവതരിപ്പിച്ചത്. എല്ലാവർക്കും വികസനം, സബ്കാ വികാസ്. ഓക്കെ, സബ്കാ വികാസ് ആയിരുന്നു. ഇത് പ്രധാനമായിട്ടും ദരിദ്രർ, കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ. ഓക്കെ, ദരിദ്രർ, കർഷകർ, യുവാക്കൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, ഇവരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദരിദ്രർ, കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ. ദരിദ്രർ, കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ. ഓക്കെ, അപ്പോൾ ഈ ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ 4 എഞ്ചിനായി നമുക്ക് പറയാൻ പറ്റുന്നത് കൃഷി. ഓക്കെ, കൃഷി, അതുപോലെ തന്നെ ചെറുകിട വ്യവസായമായിട്ടുള്ള MSME, പിന്നെ നിക്ഷേപം, കയറ്റുമതി. ഓക്കെ, കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. ഇതാണ് ഇത്തവണത്തെ നമ്മുടെ ബഡ്ജറ്റിന്റെ 4 എഞ്ചിൻസ്: കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, ഇത്തവണത്തെ 2025-26 ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട 4 വികസനത്തിന്റെ 4 എഞ്ചിനുകളാണ്. ഒന്ന് കൃഷി, രണ്ടാമത്തത് MSME എന്ന് വെച്ചാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, വ്യവസായമാണ്. മൂന്നാമത്തത് നിക്ഷേപം, നാലാമത്തത് കയറ്റുമതി. ഓക്കെ, അപ്പൊ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കാർഷിക വളർച്ച നമുക്ക് പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ തന്നെ ഗ്രാമീണ സമൃദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. ഓക്കെ, അപ്പൊ കൃഷിയുടെ കീഴിൽ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാനുണ്ട്. ഇനി രണ്ടാമത്തെ വികസന എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. വ്യവസായവുമായി ബന്ധപ്പെട്ട് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ് രണ്ടാമത്തെ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ അതിലും കുറച്ച് പദ്ധതികൾ വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം. മൂന്നാമത്തെ എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ഷേപമാണ്. ഓക്കെ, നിക്ഷേപമാണ്.
സോ ജനങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും നവീകരണത്തിലുമുള്ള നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇക്കണോമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും ജനങ്ങളിലും നവീകരണത്തിലുമുള്ള നിക്ഷേപമാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന് കീഴിലും നമ്മൾ നിക്ഷേപത്തിന് കീഴിലും പദ്ധതികൾ വരുന്നുണ്ട്. നാലാമതായിട്ട് വരുന്നത് കയറ്റുമതിയാണ്. ഓക്കെ, അപ്പോൾ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ദൗത്യം, സോ അതുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് പോകുന്നത്. നമുക്കറിയാം, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ പുതിയ ആദായ നികുതിയുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 രൂപ എങ്ങനെയാണ് പോകുന്നത്, 1 രൂപ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് പദ്ധതികളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ തീം സബ്കാ വികാസ് ആണ്. പ്രധാനമായിട്ടും ദരിദ്രർ, കർഷകർ, യുവാക്കൾ, സ്ത്രീകളെയാണ് ലക്ഷ്യമിടുന്നത്. 4 എഞ്ചിൻ പറഞ്ഞു: കൃഷി, അതുപോലെ തന്നെ MSME, നിക്ഷേപം, കയറ്റുമതി. സോ ഇതിൽ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ കീഴിൽ എന്തൊക്കെ പദ്ധതികളാണ് വരുന്നതെന്ന് നോക്കാം. ഇത്തവണ ബഡ്ജറ്റ് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും, ബീഹാറിന് വാരിക്കോരി കൊടുത്തുന്നുള്ള ന്യൂസൊക്കെ വായിച്ചു കാണും. സോ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടിയത് ബീഹാർ സംസ്ഥാനത്തിലാണ്. സോ ബീഹാറിൽ മക്കാന ബോർഡ് നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, മക്കാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താമര വിത്താണ്. ഓക്കെ, താമര വിത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലെ തന്നെ 90% മക്കാന ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണ്. ഓക്കെ, സോ ഇതിന് നമ്മൾ താമര വിത്ത് എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണ് മക്കാന. സോ ബീഹാറിലാണ് മക്കാനക്ക് വേണ്ടി മക്കാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാറാണ്. ഓക്കെ, മക്കാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാർ. അതുപോലെ തന്നെ ഫോക്സ് നട്ട്സ് എന്നറിയപ്പെടുന്നതും മഖാനയാണ്. ഓക്കെ, ഒരുപാട് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷ്യൻസും ഒക്കെ ഉള്ളൊരു സംഭവമാണ് ഈ ലോട്ടസ് സീഡ്സ് എന്ന് പറയുന്നത്. സോ ഫോക്സ് നട്ട് എന്നറിയപ്പെടുന്നത്, ഫോക്സ് നട്ട് ആന്റി ഓക്സിഡൻസ്, വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ്. ഓക്കെ, പ്രോട്ടീനൊക്കെ ഉള്ള സംഭവമാണ് മഖാന, അല്ലെങ്കിൽ താമര സീഡ്സ് എന്ന് പറയും. സോ ഇതിന് നമ്മൾ ഫോക്സ് നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലോട്ടസ് സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മക്കാനയാണ്. ഓക്കെ, ഫോക്സ് നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കാനയാണ്. സോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മക്കാന ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. അങ്ങനെ ബീഹാറിൽ മക്കാന ബോർഡ് നിലവിൽ വരുന്നു. ബീഹാറിലാണ് മക്കാന ബോർഡ് നിലവിൽ വരുന്നത്, മറക്കാൻ പാടില്ല. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. ഓക്കെ, 100 കാർഷിക ജില്ലകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംരംഭമാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. ഓക്കെ, സോ നമ്മൾ 100 ജില്ലകൾ ഉൾപ്പെടുത്തുമ്പോൾ അതത് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. അതുപോലെ തന്നെ നമ്മൾ കോട്ടൺ കൃഷി, പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട് 5 വർഷ പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട് പഞ്ചവത്സര പദ്ധതി. സോ ഏതിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് പഞ്ചവത്സര പദ്ധതി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുത്തി അല്ലെങ്കിൽ കോട്ടനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എത്ര ജില്ലകളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ജില്ലകളിലാണ്. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിന്റെ പരിധി 5 ലക്ഷം രൂപ വരെയാണ്. ഓക്കെ, കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. സോ നമ്മൾ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ മുമ്പ് 3 വർഷം രൂപയായിരുന്നു അതിന്റെ പരിധി, അത് കൂട്ടിയിട്ട് 5 വർഷം 3 ലക്ഷം രൂപയായിരുന്നു, അത് കൂട്ടി 5 ലക്ഷമാക്കി മാറ്റി. അതുപോലെ തന്നെ ധാന്യ ഉൽപാദനത്തിൽ ആത്മനിർഭരതയും കൂടി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ധാന്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട്, അതായത് തൂവര, ഉഴുന്ന്, ചുവന്ന പരിപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഉൽപാദനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ആത്മനിർഭരത. ഓക്കെ, നമ്മൾ ആത്മനിർഭരത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക, നമ്മുടെ രാജ്യത്ത് തന്നെ സ്വയം ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ധാന്യ ഉൽപാദനത്തിൽ ആത്മനിർഭരത വരുന്നുണ്ട്. തൂവര, ഉഴുന്ന് പരിപ്പ്, ചുവന്ന പരിപ്പ് ഇതിൻ്റെയൊക്കെ ഉന്നമനം ലക്ഷ്യമിട്ട്, ഓക്കെ, ഇതിൻ്റെയൊക്കെ ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഇത്. അപ്പം തൂവര, ഉഴുന്ന്, ചുവന്ന പരിപ്പൊക്കെ ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബീഹാറിൽ മക്കാന ബോർഡ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്.
ഇനി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്കായി നാഷണൽ മിഷൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നാഷണൽ മിഷൻ രൂപവൽക്കരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഭവം. പിന്നെ നമ്മൾ പരുത്തി ഉൽപാദനത്തിൻ്റെ കാര്യം വരുന്നു. പരുത്തി ഉൽപാദനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ സുസ്ഥിരത 5 വർഷത്തേക്കൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടൺ മിഷൻ പഞ്ചവത്സര പദ്ധതിയൊക്കെ വരുന്നത്. ഓക്കെ, കോട്ടൺ മിഷൻ പഞ്ചവത്സര പദ്ധതി വരുന്നത്. ജീൻ ബാങ്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ട് ജീൻ ബാങ്ക് നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, ജീൻ ബാങ്ക് നിലവിൽ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഷകാഹാരം സുരക്ഷ ഉൽപാദനം ലക്ഷ്യമിട്ടിട്ടാണ് ജീൻ ബാങ്ക് നിലവിൽ വരുന്നത്. ഓക്കെ, നൂതനമായിട്ടുള്ള ജനിതക സ്രോതസ്സൊക്കെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടി ജീൻ ബാങ്ക് നിലവിൽ വരുന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് യൂറിയ പ്ലാന്റ് നിലവിൽ വരുന്നുണ്ട്. അത് അസാമിലാണ്. ഓക്കെ, യൂറിയ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആസാം. യൂറിയ പ്ലാന്റ് ആസാം. ഓക്കെ, യൂറിയ പ്ലാന്റ് ആസാം. ഓക്കെ, ഇത് കൃഷി ആയാലും ഇത് ആസാമിൽ വരുന്ന യൂറിയ പ്ലാന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. ചിലപ്പോൾ ഇത് വ്യവസായത്തിന്റെ കീഴിലായിരിക്കും. സോ യൂറിയ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ് നിലവിൽ വരുന്നത്. മക്കാന ബോർഡാണെങ്കിൽ ബീഹാറിൽ. നമ്മൾ നേരത്തെ മക്കാനയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല. സസ്യ ആഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന വസ്തുവാണ് മക്കാന. ഓക്കെ, സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന വസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കാനയാണ്, അല്ലെങ്കിൽ ലോട്ടസ് സീഡാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അടുത്തതായിട്ട് വരുന്ന എഞ്ചിൻ കൃഷി കഴിഞ്ഞ് രണ്ടാമതായി വരുന്നത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അല്ലെങ്കിൽ വ്യവസായമാണ്, MSME ആണ്. സോ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടും ചെലവ് കുറഞ്ഞ രീതിയിൽ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി സ്ഥാപിക്കും. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ബീഹാറിലാണ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ബീഹാർ. കളിപ്പാട്ട നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഉത്തരവുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് ആക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് MSMEയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നിക്ഷേപം എന്ന എഞ്ചിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് വരുന്ന നിക്ഷേപം എന്ന വികസന എഞ്ചിൻ. ഓക്കെ, അപ്പൊ അതില് രാജ്യത്ത് IITകളുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മുടെ പാലക്കാട് IITയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഈ IITകളുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാക്ഷം അംഗൻവാടി മിഷൻ 2 നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് സംയോജിത പോഷകാഹാര സഹായ പരിപാടിയാണ് സാക്ഷം അംഗൻവാടി. ഓക്കെ, സോ ഇത് ലക്ഷ്യമിടുന്നത് കുട്ടികള്, അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള പെൺകുട്ടികള്, മുലയൂട്ടുന്ന അമ്മമാര്, ഗർഭിണികള്. സോ ഇവരിൽ പോഷകാഹാര കുറവുണ്ടാവും. സോ ഇതുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സാക്ഷം അംഗൻവാടി അല്ലെങ്കിൽ പോഷൻ 2 പദ്ധതി. സാക്ഷം അംഗൻവാടി അല്ലെങ്കിൽ പോഷൻ 2 പദ്ധതി. ഗ്രാമപ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടി ഭാരത് നെറ്റ് പദ്ധതി. ഓക്കെ, ഭാരത് നെറ്റ് പദ്ധതി. സോ ഇതൊക്കെ നിക്ഷേപത്തിന് കീഴിൽ വരുന്നതാണ്. സാക്ഷര അംഗൻവാടി, അതുപോലെ IITകളുടെ വികസനം, ഭാരത് നെറ്റ് പദ്ധതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കാം. പിന്നുള്ളത് PM സ്വാനിധി പദ്ധതി. എന്താണ് PM സ്വാനിധി പദ്ധതി? ഓക്കെ, സ്വാനിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധിയാണ്. ഓക്കെ, PM സ്ട്രീറ്റ് വെൻഡേഴ്സ്. സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെരുവ് കച്ചവടക്കാരെയാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ തെരുവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് PM സ്വാനിധി, SVANIDHI, PM സ്വാനിധി പദ്ധതി. ഓക്കെ, വെൻഡേഴ്സ്. ഓക്കെ, സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തെരുവ് കച്ചവടക്കാരെയാണ്. സോ അവർക്ക് വായ്പ നൽകുന്നതിനും അവരുടെ വികസനത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടി സ്വാനിധി പദ്ധതി. നമ്മളെ വിമാന കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാദേശിക സ്ഥലങ്ങളിലേക്ക് വിമാന സർവീസ്, വിമാന കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഉഡാൻ പദ്ധതി. ഓക്കെ, ഉഡാൻ പദ്ധതി വിമാനവുമായി ബന്ധപ്പെട്ടതാണ്.
വായുവിലൂടെയുള്ള യാത്ര, വിമാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉഡാൻ പദ്ധതി. ഓക്കെ, ഉഡാൻ പദ്ധതി. അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ ഉണ്ട്. അതിലൊന്ന് ബീഹാറിൽ നിലവിൽ വരുന്നുണ്ട്. ഓക്കെ, ബീഹാറിൽ ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിലവിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? സ്ട്രീറ്റ് വെൻഡേഴ്സ് പദ്ധതി പറഞ്ഞു. തെരുവ് കച്ചവടക്കാരെ ഉദ്ദേശിച്ച് സ്ട്രീറ്റ് വെൻഡേഴ്സ് പദ്ധതി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജൽജീവൻ മിഷൻ ഉണ്ട്. അത് 2028 വരെ അതിൻ്റെ ദൗത്യം ദീർഘിപ്പിച്ചു. ജൽജീവൻ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമീണ ജലവിതരണ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അതിൻ്റെ കാലയളവ് 2028 വരെ ദീർഘിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് ജ്ഞാൻ ഭാരത് മിഷൻ. ഓക്കെ, ജ്ഞാൻ ഭാരത് മിഷൻ. എന്താണ് ജ്ഞാൻ ഭാരത് മിഷൻ നോക്കാം. നമ്മുടെ കയ്യെഴുത്ത് പ്രതികളുണ്ട്, നമ്മുടെ കയ്യെഴുത്ത് രേഖയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇന്ത്യയിലുള്ള കയ്യെഴുത്ത് പ്രതികളുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷനാണ് ജ്ഞാൻ ഭാരത് മിഷൻ. ഓക്കെ, ജ്ഞാൻ ഭാരത് മിഷൻ എന്ന് പറയും. രാജ്യത്തിന്റെ കയ്യെഴുത്ത് പ്രതികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ജ്ഞാൻ ഭാരത് മിഷൻ. അതുപോലെ തന്നെ ഒരു NMM പദ്ധതി, നാഷണൽ മാനുസ്ക്രിപ്റ്റ് മിഷൻ എന്ന് പറയും. ഓക്കെ, മാനുസ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യെഴുത്ത് കോപ്പികൾ, കയ്യെഴുത്ത് പ്രതികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജ്ഞാൻ ഭാരത് മിഷൻ ഇന്ന് കയ്യെഴുത്ത് പ്രതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സർവേ, രേഖപ്പെടുത്തൽ, സംരക്ഷണം, സോ ഇതൊക്കെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ജ്ഞാൻ ഭാരത് മിഷൻ. സോ ഇത് നടപ്പിലാക്കുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ NMM നാഷണൽ മാനുസ്ക്രിപ്റ്റ് മിഷനാണ്. ദേശീയ കയ്യെഴുത്ത് പ്രതി മിഷൻ എന്നാണ് NMMന്റെ ഫുൾ ഫോം. സോ അതും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. സോ ഇത് നടപ്പിലാക്കുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചർ. സോ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏകദേശം 5 ദശലക്ഷത്തോളം കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സോ അതിൻ്റെ സർവേ, അതിൻ്റെ സംരക്ഷണമൊക്കെ ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ജ്ഞാൻ ഭാരത് മിഷൻ. അതുപോലെ തന്നെ ഇന്ത്യയിൽ 2ാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ ബാങ്ക് ഡൽഹിയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ ബാങ്ക് ഡൽഹിയിലാണ്. അതുപോലെ 2ാമത്തെ ജീൻ ബാങ്കും സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അത് എവിടെയാണ് സ്ഥാപിക്കുന്നത് എന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ജീൻ ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയിലാണ്. സോ 2025-26 ബഡ്ജറ്റ് പ്രകാരം 2ാമത്തെ ജീൻ ബാങ്ക് കൂടി നിലവിൽ വരുന്നുണ്ട്. ഇനി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, സ്വാമി ഫണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്വാമി ഫണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോ ഇത് ഭവന വായ്പയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഹൗസിംഗ് പ്ലാൻ ആണ്. ഹൗസിംഗ് വായ്പയുമായി ബന്ധപ്പെട്ട് ഭവനകാര്യവുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്, ഭവന നിർമ്മാണ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് സ്വാമിഹ് ഫണ്ട്, SWAMIH. ഓക്കെ, സ്വാമിഹ് ഫണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വീട് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, വീടുമായി ബന്ധപ്പെട്ടതാണ് സ്വാമിഹ് ഫണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്വാമിഹ് ഫണ്ടിന്റെ ഫുൾ ഫോം നോക്കാം. സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡ് ഇൻകം ഹൗസിംഗ് ഫണ്ട്. സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡ് ഇൻകം ഹൗസിംഗ് ഫണ്ടാണ് സ്വാമി ഫണ്ടിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പം മുങ്ങിക്കടക്കുന്ന ഭവന യൂണിറ്റുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ഫണ്ട് സഹായിച്ചിട്ടുണ്ട്. സ്വാമി ഫണ്ട് ഭവനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലെ H ഉദ്ദേശിക്കുന്നത് ഹൗസിംഗ് ആണ്. ഓക്കെ, സ്പെഷ്യൽ വിൻഡോ ഫോർ അഫോർഡബിൾ ആൻഡ് മിഡ് ഇൻകം ഹൗസിംഗ് ഫണ്ടാണ് സ്വാമി ഫണ്ടിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഇത്രയും പദ്ധതികൾ നമ്മൾ പറഞ്ഞത് നിക്ഷേപം എന്ന വികസന എഞ്ചിന് കീഴിലാണ്. ഇനി 4ാമത്തെ വികസന എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റുമതി എന്ന് പറയുന്ന വികസന എഞ്ചിനാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് കയറ്റുമതി പ്രോത്സാഹന മിഷൻ ഉണ്ട്. ഓക്കെ, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കയറ്റുമതി പ്രോത്സാഹന മിഷൻ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിനായി ഭാരത് ട്രേഡ് നെറ്റിനുള്ള ഒരു ഡിജിറ്റൽ പൊതു ഇൻഫ്രാസ്ട്രക്ചറായി സ്ഥാപിക്കുന്നുള്ള കാര്യം കൂടി ഉണ്ട്. ഓക്കെ, അന്താരാഷ്ട്ര വ്യാപാരത്തിനായി ഭാരത് ട്രേഡ് നെറ്റ്. അപ്പം നമ്മൾ 4 വികസന എഞ്ചിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളും
അതിന് കീഴിൽ വരുന്ന പദ്ധതികളുമാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് കൃഷിയാണ്, രണ്ടാമത് പറഞ്ഞത് MSME ആണ്, മൂന്നാമതായിട്ട് പറഞ്ഞത് നിക്ഷേപമാണ്, നാലാമതായിട്ട് പറഞ്ഞത് കയറ്റുമതിയാണ്. ഓക്കെ, കയറ്റുമതി പ്രോത്സാഹനമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആദായ നികുതിയിലുള്ള മാറ്റങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്കിപ്പം പ്രസ്താവന രീതിയിൽ ചോദിക്കുകയാണ്. ഓക്കെ, നമ്മൾ വികസിത ഭാരതം അല്ലെങ്കിൽ സബ്കാ വികാസ് ആണ് ഇത്തവണത്തെ ബഡ്ജറ്റിന്റെ പ്രമേയം വരുന്നത്. സോ ഇതിന് കീഴിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് നോക്കാം. വളർച്ച ത്വരിതപ്പെടുത്തുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുക, ഇന്ത്യയിൽ വളർന്നു വരുന്ന ഇടത്തരക്കാരുടെ ഉപഭോഗശേഷി വർദ്ധിപ്പിക്കുക, സ്വകാര്യ മേഖലയിലുള്ള നിക്ഷേപങ്ങളെ ഉത്തേജിപ്പിക്കുക, കുടുംബങ്ങളുടെ വികാരങ്ങളെ ഉയർത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ പ്രസ്താവന രീതിയിൽ വന്നതിനാൽ നിങ്ങൾ നോട്ട് ചെയ്യണം. വളർച്ച ത്വരിതപ്പെടുത്തുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുക, ഇന്ത്യയുടെ വളർന്നു വരുന്ന ഇടത്തരക്കാരുടെ ഉപഭോഗശേഷി വർദ്ധിപ്പിക്കുക, സ്വകാര്യ മേഖലയിലുള്ള നിക്ഷേപങ്ങൾ ഉത്തേജിപ്പിക്കുക, കുടുംബങ്ങളുടെ വികാരങ്ങളെ ഉയർത്തുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ പുതിയ ആദായ നികുതി ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രകാരം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് എന്തില്ല, നികുതിയില്ല. ഓക്കെ, 12 ലക്ഷം രൂപ വരെയാണ് വരുമാന പരിധി. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. ഇനി പുതുക്കിയ ആദായ സ്ലാബുകൾ 12 ലക്ഷം രൂപക്ക് മുകളിൽ സാലറി വരുന്ന അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ആദായ നികുതി സ്ലാബുകൾ നോക്കാം. 1 മുതൽ 4 ലക്ഷം വരെ ഇല്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%. ഇനി 24 ലക്ഷത്തിൽ മുകളിലുള്ള വരുമാനത്തിന് 30%. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് 12 ലക്ഷത്തിൽ മുകളിൽ വരുമാനമുള്ളവർക്കാണ് പുതിയ നികുതി സ്ലാബുകൾ ഉള്ളത്. ഓക്കെ, അപ്പൊ പുതിയ നികുതി ഘടനയിൽ പറയുകയാണെങ്കിൽ 12 ലക്ഷത്തിൽ മുകളിൽ വരുമാനമുള്ളവരുടെ കേസ് നോക്കുമ്പോൾ 0 മുതൽ 4 ലക്ഷം വരെ ഇല്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 അവിടെ എടുത്തു മതി, 20 മുതൽ 24 ലക്ഷം വരെ 25%, 24 പകരം 25% കൊടുത്താൽ മതി, 24 ലക്ഷത്തിന് മുകളിൽ 30%. സോ ഇതാണ് നികുതിയുടെ പുതിയ പരിഷ്കാരം. അപ്പം നികുതി അളവ് എല്ലാവരും നെട്ടിച്ചിട്ടുള്ളൊരു നികുതി അളവായിരുന്നു. 12 ലക്ഷം വരെ നികുതി ഇല്ല എന്നുള്ള കാര്യം 12 ലക്ഷം നിങ്ങൾ ഓർത്തു വെക്കുക, നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യവും വരും. നമ്മളോട് ആദായ നികുതി പരിധി എത്ര ലക്ഷമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ലക്ഷം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ആദ്യം ഇങ്ങനെ ആകെ പൊളിച്ചു മാറ്റി പുതിയ സ്കീമാണ്. അപ്പൊ ആദായ നികുതി പരിധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ലക്ഷം. പഴയ സ്ലാബിൽ എങ്ങനെയായിരുന്നു കാര്യം നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. വിവിധ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ഏത് മേഖലക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിരോധം, ഡിഫൻസിനാണ്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വിഹിതമുള്ള മേഖലയാണ് പ്രതിരോധം. രണ്ടാമത് ഗ്രാമവികസനം, പ്രതിരോധം, ഗ്രാമവികസനം, ആഭ്യന്തരം. ഏറ്റവും കൂടുതൽ ബജറ്റ് വിഹിതം ഏത് മേഖലയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, പ്രതിരോധത്തിനാണ്. രണ്ടാമത് ഗ്രാമവികസനം, മൂന്നാമത് ആഭ്യന്തരം. അതുപോലെ തന്നെ ധനക്കമ്മി 4.44% കുറച്ചു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ സർക്കാരിന്റെ വരുമാനവും ചെലവും നോക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസമാണ് ധനക്കമ്മി. അപ്പം ധനക്കമ്മി 4.4% കുറച്ചു. സർക്കാരിന്റെ കടം കുറക്കാൻ വേണ്ടിയിട്ടാണ്. സർക്കാരിന്റെ കടം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ധനക്കമ്മി കുറച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം ധനക്കമ്മി 4.4% കുറച്ചു. 2025-2026 സാമ്പത്തിക വർഷം ധനക്കമ്മി 4.4% ഒതുക്കുക എന്നതാണ് ബഡ്ജറ്റിന്റെ ലക്ഷ്യം എന്ന കാര്യം ന്യൂസിൽ പറയുന്നുണ്ട്.
നമ്മൾ ഏറ്റവും കൂടുതൽ വിദേശ സഹായത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ടത്, ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്നത് ഭൂട്ടാനാണ്. ഓക്കെ, ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിദേശ സഹായം ഏത് രാജ്യത്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാനാണ് ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്നത്. ഓക്കെ, മാലദ്വീപിനും നൽകുന്നുണ്ട്. ഇനി ഇന്ത്യ ഏത് രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം വിദേശ സഹായം നൽകുന്നത്? ഭൂട്ടാന് വേണ്ടിയിട്ട്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ വരവ് ഏതാണ്, ഏറ്റവും കുറവ് വരവ് ഏതാണ്, ഏറ്റവും കൂടുതൽ ചെലവ് ഏതാണ്, അങ്ങനെയുള്ള മേഖലകൾ നോക്കാം. സോ 1 രൂപയുടെ പോക്കും വരവും ഇതിൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടതാണ്. സോ നമ്മൾ ബജറ്റ് വിഹിതവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 1 രൂപയുടെ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓരോ പൈസയുടെ വരവ്, 1 രൂപയുടെ വരവ് നോക്കാം. ഓക്കെ, അപ്പൊ യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വരവ് കടബാധ്യതകളാണ്. ഓക്കെ, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. കടമെടുപ്പാണ് ഏറ്റവും കൂടുതൽ വരവ് ഇങ്ങോട്ടേക്ക് വരുന്നത്, 24%. ഓക്കെ, കടബാധ്യതകൾ 24%. കടബാധ്യതകൾ 24%. അപ്പോൾ ഏറ്റവും കൂടുതൽ വരവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്, കടബാധ്യതകളാണ്. 24% വരവ്. ഇനി വരവിൽ വരവിൽ നമ്മൾ പറഞ്ഞു ഒന്നാമത് നിൽക്കുന്നത് കടമെടുപ്പും മറ്റു ബാധ്യതകളുമാണ്. രണ്ടാമതുള്ളത് ഇൻകം ടാക്സ് ആണ്. ഓക്കെ, ഇൻകം ടാക്സ് ആണ്, നികുതിയാണ്. രണ്ടാമതുള്ളത് നികുതിയാണ്. മൂന്നാമതുള്ളത് GST ആണ്. ഓക്കെ, രണ്ടാമതുള്ളത് PSC മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിൽ ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള സംഭവം അതിൻ്റെ ശതമാനവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ശതമാനവും നോക്കി വെക്കണം. ഏറ്റവും കൂടുതൽ വരവ് കടമെടുപ്പ് മറ്റ് ബാധ്യതകളാണ്, 24%. രണ്ടാമത് വരുന്നത് ആദായ നികുതിയാണ്, 22%. ആദായ നികുതി 22%. മൂന്നാമത് GSTയും അതുപോലെയുള്ള നികുതികളുമാണ്, 18%. 17ാമത് കോർപ്പറേറ്റ് ടാക്സ് ആണ്, 17%. ഓക്കെ, അപ്പോൾ ബോറോയിങ്സ് അതായത് കടമെടുപ്പ് 24%, ആദായ നികുതി 22%, GST 18%, കോർപ്പറേഷൻ ടാക്സ് 17%. ഓക്കെ, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, പിന്നെ നോൺ ടാക്സ് റെസീറ്റ് ഉണ്ട്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് ഉണ്ട്, കസ്റ്റംസ് ഉണ്ട് 4%, നോൺ ടാക്സ് ക്യാപിറ്റൽ റെസീറ്റ് 1%. ഒക്കെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് മുന്നേ വായിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ അതാണ് 1 രൂപയുടെ വരവ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരവ് കടബാധ്യതകളാണ്. രണ്ടാമത് ആദായ നികുതിയാണ്. മൂന്നാമത്തത് GST ആണ്. ഓക്കെ, ഇനി നാലാമത്തതല്ല, ഇനി നമ്മൾ പറയാൻ പോകുന്നത് 1 രൂപയുടെ ചെലവ് എങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ചെലവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന വിഹിതവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചെലവ്, 22%. സംസ്ഥാനങ്ങളുടെ വിഹിതം സംസ്ഥാനങ്ങളുടെ വിഹിതവും ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് 22%. അങ്ങനെയാണെങ്കിൽ പലിശ അടവുമായി ബന്ധപ്പെട്ട് 20% ചെലവ്. പലിശ അടവുമായി ബന്ധപ്പെട്ട് 20%. സോ ഏറ്റവും കൂടുതൽ ചെലവ് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ്, 22%. ഓക്കെ, 22%. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 22%. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. അടുത്തത് ചെലവ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര പദ്ധതികൾ. കേന്ദ്ര പദ്ധതികൾ, പ്രതിരോധ മേഖല, ഇത് ഒഴികെയുള്ള കേന്ദ്ര പദ്ധതികൾ, പ്രതിരോധ മേഖലയും സബ്സിഡികളും ഒഴികെയുള്ള കേന്ദ്ര പദ്ധതികൾ 16%. 16%. പിന്നെയുള്ളത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. പ്രതിരോധ മേഖലയിലെ ചെലവ്, ധനകാര്യ കമ്മീഷന്റെ കൈമാറ്റം, സബ്സിഡികൾ, ഭക്ഷ്യസാമഗ്രികൾ, വളം, ഇന്ധനം, ഇതുമായി ബന്ധപ്പെട്ട് 8%. പ്രതിരോധ മേഖല 8%. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ 8%. അപ്പോൾ ഇതൊക്കെ 8%. പിന്നെ സബ്സിഡികൾ, ഭക്ഷ്യസാമഗ്രികൾ, വളം, ഇന്ധനം, ഇതൊക്കെ 8%. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് ഏതിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ്, 22%. ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം പോക്ക്. ഇനി 20% ആണെങ്കിൽ അത് പലിശയാണ്. പിന്നെ കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ട് 16%. അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സബ്സിഡികൾ, ഭക്ഷ്യസാമഗ്രികൾ, പിന്നെയുള്ളത്
പ്രതിരോധം ഇതൊക്കെ 8%. ഇനി പെൻഷനുകളാണെങ്കിൽ 4%. ഓക്കെ, പെൻഷനുകൾ 4%. പെൻഷനുകൾ 4%. അപ്പോൾ ഈ 1 രൂപയുടെ പോക്കും വരവും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മൾ 1 രൂപയുടെ വരവാണെങ്കിൽ, അതായത് ഇങ്ങോട്ട് വരുന്നത്, വരവിനെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അല്ലേ, പൈസ ഇങ്ങോട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വരവ് ഏതാണെന്നാണ് പറഞ്ഞത്? കടബാധ്യതകളാണ്. ഓക്കെ, കടമെടുപ്പും മറ്റു ബാധ്യതകളുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ വരവ്. അത് 24% കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 24%. ഇനി അടുത്തതായിട്ട് ആദായ നികുതി 22%, GSTയും മറ്റ് നികുതികളും 18%, കോർപ്പറേഷൻ ടാക്സ് 17%, നോൺ ടാക്സ് റെസീറ്റ് 9%, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 5%, കസ്റ്റം ഡ്യൂട്ടി 4%, അതുപോലെ തന്നെ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വരവ്. ഇനി എങ്ങോട്ടാണ് മണി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെലവുള്ളത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ്. ഓക്കെ, സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ്. രണ്ടാമതായിട്ടുള്ളത് പലിശ അടവ് 20%. ഓക്കെ, പലിശ അടവ്. ഇനി കേന്ദ്ര പദ്ധതികൾ. ഓക്കെ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ 16%. ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫർ 8%, പ്രതിരോധം 8%, കേന്ദ്ര സ്പോൺസേർഡ് സ്കീമാണെങ്കിൽ 8%, സബ്സിഡി 6%, പെൻഷൻ 4%, മറ്റുള്ളവ. ഓക്കെ, മറ്റുള്ളവ 4%. മറ്റുള്ളവ 8%. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പണത്തിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ടഫാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് ക്ലിപ്പും ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് കട്ടിംഗ് ഉണ്ട്, അതൊക്കെ ഒന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് PSC ചോദിക്കുന്ന ഏരിയയാണ്. ഇത് ചേരുംപടി രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് എന്ന രീതിയിലും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അല്ലേ. 4 തരത്തിലുള്ള എഞ്ചിന്, അതിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ബീഹാറിനാണ് വാരിക്കോരി കൊടുത്തുള്ള കാര്യം പറഞ്ഞു. നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകളും പറഞ്ഞു. ധനക്കമ്മി 4.4% കുറച്ചിട്ടുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ 1 രൂപയുടെ പോക്കും വരവും പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. വനിതാ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് തുക അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് വേണ്ടി വനിതാ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ മിഷൻ ശക്തി പദ്ധതി, അതിന് കീഴിൽ വരുന്ന ഉപപദ്ധതികളാണ്. സാമ്പൽ സമൃദ്ധിയൊക്കെ ഇതിന് കീഴിൽ വരുന്ന ഉപപദ്ധതികളാണ്. ഓക്കെ, അപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത് നമുക്ക് ജനറലായിട്ടും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ ഇതിലും പറയാം. ഓക്കെ, ഇത് ജനറലായിട്ട് വരുന്ന കാര്യം തന്നെ ആയിരിക്കും. സാമ്പൽ സമൃദ്ധ്യ ഉപപദ്ധതികൾ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ മിഷൻ ശക്തി സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഉപപദ്ധതികളാണ് സാമ്പൽ സമൃദ്ധ്യ. ഓക്കെ, സാമ്പൽ സമൃദ്ധ്യ. സാമ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി. സമൃദ്ധ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി. സമൃദ്ധ്യ ശാക്തീകരണം. സാമ്പലാണെങ്കിൽ സുരക്ഷ. ഓക്കെ, ഇത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യമല്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സ്കീം കണ്ടപ്പോൾ വായിച്ചെന്നേ ഉള്ളൂ, ഓർത്തു വെക്കാം. നിങ്ങളോട് നമ്മുടെ തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM സ്വാനിധിയാണ്. PM സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. ഓക്കെ, സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ് ആ സ്വാല SV ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹൗസിങ്ങിന് വേണ്ടിയിട്ട് സാമൂഹ്യ ഫണ്ട് നമ്മൾ പറഞ്ഞു. ഹൗസിംഗ് ഭവനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഹൗസിംഗ് സ്വാമി ഫണ്ട്. പിന്നെ ബീഹാറുമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. യൂറിയ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആസാമിലാണ്. ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി ബീഹാറിൽ വരുന്നുണ്ട്. അതുപോലെ 2ാമത്തെ ജീൻ ബാങ്ക് വരുന്നുണ്ട്. അതെവിടെയാണ് സ്ഥലം എന്നത് പ്രഖ്യാപിച്ചിട്ടില്ല. 1ാമത്തെ ജീൻ ബാങ്ക് ഇന്ത്യയിൽ നിലവിലുള്ളത് ഡൽഹിയിലാണ്. അപ്പം നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമനാണ്. 8ാമത്തെ ബഡ്ജറ്റാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്
നിർമ്മല സീതാരാമനാണ്. ഇനി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിർമ്മല സീതാരാമനാണ്. ഇനി നമ്മൾ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറാർജി ദേശായി 10 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിർമ്മല സീതാരാമൻ ആ റെക്കോർഡ് തകർക്കുമായിരിക്കും അല്ലെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബജറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതിന്റെ കൂടെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതാണ് 2025-26 ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചെലവ് എങ്ങനെയാണ്, ഒരു രൂപ ഏറ്റവും കൂടുതൽ ചെലവാകുന്നത് ഏത് വഴിയിലാന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആനുകാലികത്തിന്റെ PDF-ഉം ക്യൂസസ് ഡെയിലി ന്യൂസൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലെ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയോ കമന്റ് ബോക്സിലെയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്